ത്രിയേക ദൈവത്തിന് സ്തുതി. ഒരു സുപ്രഭാതം കൂടെ ഈ ഭൂമിയിൽ ജീവിപ്പാൻ തക്കവണ്ണം വൻകൃപ നൽകി നമ്മളെ അനുഗ്രഹിച്ച നമ്മുടെ രക്ഷിതാവും പിതാവുമായ ദൈവത്തിന് മുന്നമേ സ്തുതി കരയറ്റട്ടെ. എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. അഗാപ്പൻ ബ്ലെസ്സിങ്ങിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പൂർണ്ണമായി മാറ്റിമറിക്കാൻ കഴിയുന്ന പുതിയ നിയമത്തിലെ ഏറ്റവും പ്രായോഗികമായ 3 കൽപ്പനകളെക്കുറിച്ചാണ്. 1 തെസ്സലോനിക്ക 5:16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. AD 50 വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കർക്ക് എഴുതിയ ഒരു ലേഖനമാണ് ഇത് പുതിയ നിയമത്തിലെ ഏറ്റവും ആദ്യത്തെ ലേഖനമായി കണക്കാക്കപ്പെടുന്നു. കടുത്ത പീഡനങ്ങളുടെയും പ്രതിസന്ധികളുടെയും കടന്നുപോയിരുന്ന തെസ്സലോനിക്കയിലെ യുവസഭയ്ക്ക് വേണ്ടിയിട്ട് സ്ഥിരതയോടെ ജീവിപ്പാൻ പൗലോസ്ലീഹ നൽകിയ ഒരു സ്വർഗീയ ഫോർമുലയാണിത്. വചനം ഇപ്രകാരം പറയുന്നു: എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെക്കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം. നമ്മുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ വരുമ്പോൾ സ്വാഭാവികമായി നാം പരാതി പറയുവാനും നിരാശപ്പെടാനും തുടങ്ങും. എന്നാൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മളോട് പറയുന്നത് സാഹചര്യങ്ങൾക്ക് വിപരീതമായി പ്രവർത്തിക്കാനാണ്. ഒരു വിശ്വാസി തൻ്റെ ജീവിതം എങ്ങനെ ക്രമീകരിക്കണം എന്നതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ നേരിട്ടുള്ള ഇഷ്ടമാണ് ഈ 3 കാര്യങ്ങൾ, അഥവാ വിൽ ഓഫ് ഗോഡ്. 1, എല്ലായ്പ്പോഴും സന്തോഷിപ്പിൻ. നമ്മുടെ സന്തോഷം എപ്പോഴും സാഹചര്യങ്ങളെ ആശ്രയിച്ചിട്ടുള്ളതാണ്. കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ മൂടില്ലാണ്ടിരിക്കും. സന്തോഷിക്കാൻ സാധിക്കാറില്ല. എല്ലാ മനുഷ്യരെയും ഇപ്പം നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കും. എല്ലാവർക്കും ഭയങ്കര സങ്കടമാണ്. ആരുടെ മുഖത്തും ചിരിയില്ല. ആർക്കും സന്തോഷിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും എന്തോ ഭാരം കയറ്റി വെച്ചതുപോലെ. കുഞ്ഞുങ്ങളാകട്ടെ, മുതിർന്നവരാകട്ടെ, യുവാക്കളാകട്ടെ, യുവതികളാകട്ടെ, പ്രായമായവരാകട്ടെ, ആർക്കും ചിരിക്കാൻ പറ്റുന്നില്ല. വലിയ ഭാരങ്ങൾ കയറ്റി വെച്ച് ഭയങ്കര സീരിയസ് ആയിട്ട് നടക്കുന്ന രീതിയാണ് നമ്മൾ കാണുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് സന്തോഷിക്കാൻ സാധിക്കാത്തത്? ഒറ്റ കാരണമേ ഉള്ളൂ: നമ്മൾ സംതൃപ്തരല്ല. നമുക്ക് തന്നിരിക്കുന്ന മേഖലകളിൽ നമ്മൾ സംതൃപ്തരാകണം. നമുക്ക് തന്നിരിക്കുന്ന മാതാപിതാക്കളിൽ നമ്മൾ സംതൃപ്തരാകണം. നമുക്ക് തന്നിരിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ സംതൃപ്തരാകണം. നമുക്ക് തന്നിരിക്കുന്ന ജോലിയിൽ നമ്മൾ സംതൃപ്തരാകണം. നമുക്ക് തന്നിരിക്കുന്ന സകല സാഹചര്യങ്ങളിലും നമ്മൾ സംതൃപ്തരാകണം. നമുക്ക് തന്നിരിക്കുന്ന പങ്കാളിയിൽ നമ്മൾ സംതൃപ്തരാകണം. മറ്റു പലരെയും പലതും കണ്ട് മോഹിച്ച് സംതൃപ്തരല്ലാതെ ഇരിക്കുന്ന സാഹചര്യങ്ങളാണ് നമുക്കിങ്ങനെ വെറുതെ കിട്ടിയിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ സംതൃപ്തരായാൽ ആ സംതൃപ്തിയുടെ ഒരു ലക്ഷണമാണ് ഈ സന്തോഷം. ആ സന്തോഷം ഉണ്ടാക്കണം. മറ്റുള്ളവരെ കണ്ട്, അവരെ കണ്ട്, കൂട്ടുകാരെ കണ്ട്, അയൽക്കാരെ കണ്ട്, പണമുള്ളവരെ കണ്ട്, പണമില്ല, മറ്റു സാഹചര്യങ്ങളെ കണ്ട് നമ്മൾ എപ്പോഴും മുകളിലേക്കാണ് നോക്കുന്നത്. അവരെ കണ്ട് നമുക്ക് സന്തോഷിക്കാൻ പറ്റാറില്ല. സഹോദര, സഹോദരി, ദൈവം നിനക്ക് തന്നിരിക്കുന്ന ഈ ഏറ്റവും വലിയൊരു ജീവിതം, അത് നിനക്ക് സന്തോഷിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. മാതാപിതാക്കൾക്കറിയാം, കുഞ്ഞുങ്ങൾ എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാൻ അവർക്ക് ആഗ്രഹം. മക്കൾക്കും മാതാപിതാക്കൾ സന്തോഷമായിട്ട് ഇരിക്കുന്നത് കാണാൻ ആഗ്രഹം. പക്ഷെ എന്നാൽ ഇപ്പം എല്ലാം മസിൽ പിടിച്ചാണ് ജീവിക്കുന്നത്. ഒന്ന് ചിരിക്കാൻ ആർക്കും പറ്റാറില്ല. മസിൽ പിടിച്ചാണ് ജീവിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വരുന്നത് തന്നെ വലിയ മുഖമായിട്ടാണ് വരുന്നത്. എന്തിനാ? ഈ ചെറിയൊരു ജീവിതത്തിൽ വളരെ കുറച്ച് കാലം നമ്മളിവിടെ ജീവിക്കുന്നുള്ളൂ. നമുക്ക് സന്തോഷത്തോടെ ജീവിക്കാം. പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം ജീവിതത്തിൽ, അതൊരു വശത്ത് കിടക്കട്ടെ. എല്ലാവർക്കും ഉണ്ട്. അതുകൊണ്ടെന്താ, പരസ്പരം നമ്മളൊന്ന് കാണുമ്പോൾ ആരെ കണ്ടാലും ഒന്ന് ചിരിച്ചേ, അവർ നമ്മളത് ഇങ്ങോട്ട് ചിരിക്കും. ആ ചിരിക്കണമെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങളെ സംതൃപ്തിയോടുകൂടെ ഇരിക്കണം. അങ്ങനെയാണ് നമുക്ക് സന്തോഷം ഉണ്ടാവുക. ഇനി രണ്ടാമത്തതായിട്ട്
ഇടവിടാതെ പ്രാർത്ഥിപ്പിക്കും. ഇതിനർത്ഥം 24 മണിക്കൂർ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നൊന്നുമല്ല. നമ്മുടെ ഓരോ ശ്വാസത്തിലും ഓരോ ചിന്തയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയുക എന്നുള്ളതാണ്. ഒരു സുഹൃത്തിനോടൊന്ന് പോലെ പകലും രാത്രിയൊക്കെ, രാത്രി കിടന്നുറങ്ങുമ്പോഴല്ല, പകലൊക്കെ നമ്മുടെ മനസ്സിൽ ദൈവത്തിനോട് സംസാരിക്കുക. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തിനോടൊന്ന് ആലോചന ചോദിക്കുക, ഒന്ന് സംസാരിക്കുക. ഞാൻ അങ്ങോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കും, ഞാൻ ആളെ മീറ്റ് ചെയ്യാൻ പോവുക, ഞാൻ ഇന്ന പണി ചെയ്യാൻ പോവുക, ഞാൻ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി പോവുക. അപ്പോൾ അതൊന്ന് കർത്താവിനോടൊന്ന് ആലോചിച്ച് ഒന്ന് സംസാരിച്ച് ഏത് നിമിഷവും നമ്മുടെ കൂടെ ഉള്ളവനാണ് ഈ ദൈവം. അപ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് സംസാരിക്കാൻ സാധിക്കും. നമ്മുടെ ഒരു കൂട്ടുകാരനെ പോലെ നമ്മുടെ കൂടെയുള്ള ഒരു ആളെപ്പോഴും എപ്പോഴും സംസാരിക്കാൻ സാധിക്കും. നമ്മോട് കൂടെയാണ് ദൈവം വസിക്കുന്നത് നമ്മളിലാണ്. നമ്മൾ ദൈവത്തിൻ്റെ മന്ദിരങ്ങളാണ്, നമുക്കറിയാം ദൈവത്തിൻ്റെ മന്ദിരങ്ങൾ. അപ്പോൾ എപ്പോഴും ഒന്ന് സംസാരിച്ച്. പ്രയർ എന്ന് പറയുന്നത് എന്താ? കമ്മ്യൂണിക്കേഷനാണ്, ദൈവവുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ദൈവവുമായിട്ടുള്ള സംസാരമാണ് പ്രയർ എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളും അവങ്കിലേക്കൊന്ന് സമർപ്പിച്ച്. പിന്നെ നമ്പർ 3, എല്ലാറ്റിനും സ്തോത്രം ചെയ്യും. ഇവിടെ പൗലോസ് പറയുന്നത് എല്ലാ സാഹചര്യങ്ങളിലും നന്ദി പറയണമെന്നല്ല, മറിച്ച് എല്ലാ സാഹചര്യങ്ങളുടെയും മധ്യേ നന്ദി പറയണമെന്നാണ്. എത്ര വലിയ പ്രശ്നങ്ങളായാലും, എത്ര വലിയ തകർച്ചകളായാലും, എത്ര വലിയ രോഗങ്ങളായാലും, ആ ഘട്ടങ്ങളിൽ നമ്മൾ മറക്കാതെ ദൈവത്തെ ഓർക്കണം, ദൈവത്തിന് നന്ദി പറയണം. തന്നിരിക്കുന്ന സാഹചര്യങ്ങൾ അത് ഒരു ടെമ്പററിയാണ് എന്ന് ഉറച്ചു വിശ്വസിച്ച് ആ സാഹചര്യങ്ങളിൽ ദൈവത്തിനോട് നന്ദി പറയണമെന്നാണ് ഇവിടെ പറയുന്നത്. ഏതൊരവസ്ഥയിലും നമ്മളെ കൈവിടാത്ത ദൈവത്തിൻ്റെ വിശ്വസ്തതയോർത്ത് നന്ദി പറയാൻ നമുക്ക് സാധിക്കണം. നന്ദിയുള്ള ഹൃദയത്തിന് മുന്നിൽ ഒരു നിരാശയ്ക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുകയില്ല. സഹോദരി സഹോദരികളെ, നമ്മളിൽ പലരും ഇന്ന് ചോദിക്കുന്നുണ്ടാവും, എൻ്റെ ജീവിതത്തിനെ കുറിച്ചുള്ള ദൈവികതം എന്താണ് എന്ന്. ഇതാ അതിനുള്ള ഉത്തരം. സാഹചര്യങ്ങൾ എന്ത് തന്നെ ആയാലും സന്തോഷത്തോടെ ഇരിക്കുക, ദൈവത്തോട് നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുക, നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങളുടെ ഉത്കണ്ഠകളെയും പ്രാർത്ഥനകളായും പരാതികളെയും സ്തുതികളായും മാറ്റുക. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതകരമായ സമാധാനം നിറയുന്നത് നമുക്ക് ഓരോരുത്തർക്കും കാണാനായിട്ട് സാധിക്കും. പ്രതിസന്ധികളെ തരണം ചെയ്യുമ്പോൾ ദൈവം നമുക്ക് ഊർജം കൂടുതൽ നൽകും. നമുക്ക് വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിന്നാൽ ദൈവം എപ്പോഴും നമ്മൾ കരുതലുള്ളവനായിരിക്കും. ഭാരപ്പെടേണ്ട, കർത്താവ് നമ്മോട് കൂടെയുണ്ട്. ഉറച്ചു വിശ്വസിക്കുക. ആ ഉറച്ച വിശ്വാസം എപ്പോഴും നമുക്ക് സന്തോഷം നൽകും. എപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് അറിവ് തരും, കഴിവ് തരും. എപ്പോഴും ദൈവത്തെ സ്തുതിപ്പാനായിട്ട് കഴിവ് തരും. നമുക്ക് നല്ല കാര്യങ്ങൾ നൽകുമ്പോൾ മാത്രം ദൈവത്തെ സ്തുതിച്ചാൽ പോരാ. എപ്പോഴും ഏത് സാഹചര്യത്തിലും ദൈവത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവത്തിനോട് നന്ദി പറയുവാൻ സാധിക്കണം. എല്ലാ സാഹചര്യങ്ങളും ഏത് സാഹചര്യങ്ങളും ദൈവം തന്നതാണെന്നുള്ള ഉറപ്പ് നമ്മളിൽ ഉണ്ടാകണം. യോബിന് കഷ്ടകാലം ഉണ്ടായപ്പോൾ അത് ദൈവം തന്നതാണെന്ന് ഉറച്ച വിശ്വാസത്തിൽ തന്നിരിക്കുന്ന എല്ലാത്തിനെയും ദൈവത്തിനോട് നന്ദി പറയുകയായിരുന്നു. സ്വന്തം ഭാര്യ, മനുഷ്യ, നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പോയി മരിക്കാനാണ് പറയുന്നത്. എപ്പോഴും പറഞ്ഞു, ഇല്ല, എനിക്ക് ദൈവം തന്നതാണ് ഈ സാഹചര്യങ്ങൾ. അതുപോലെ എല്ലാ സാഹചര്യങ്ങളും, നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, എല്ലാ സാഹചര്യങ്ങളും ദൈവം തമ്പുരാൻ നമുക്ക് ദാനമായി നൽകിയതാണ്. അതുകൊണ്ട് പേടിക്കാനില്ല, വിഷമിക്കാനില്ല. കർത്താവെങ്കിൽ അടിയുറച്ച് വിശ്വസിക്കുക. എപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കുക, നന്ദി പറയുക, എപ്പോഴും നന്ദി പറയുക. ദൈവം അത്ഭുതം പ്രവർത്തിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കും. ഇത്രത്തോളം വഴി നടത്തിയ ദൈവം ഇനിയും വഴി നടത്തും. ഒരു പരാതിക്കും
ഒരു കുത്തുവാക്കിനും നമ്മളെ വേദനിപ്പിക്കാൻ സാധിക്കുകയില്ല. വേദനിച്ചാലും നമ്മളെ സഹായിക്കുന്ന, നമ്മളെ കരുതുന്ന ഒരു ദൈവം നമ്മോട് കൂടെയുണ്ട്. ദൈവം നമ്മോട് കൂടെ നടത്തും, ഇനിയും നടത്തും. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അത്യധികം സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട യേശുവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല ദിവസത്തിനായി നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കേട്ട ഈ വചനത്തെ നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. ഇത് കേട്ടവരെയും ഇത് ഷെയർ ചെയ്യുന്നവരെയും അവരുടെ ജീവിതത്തെയും കർത്താവെ അങ്ങയുടെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. സന്തോഷത്തോടെ എപ്പോഴും ആയിരിക്കാൻ, നിന്നോട് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കാൻ, നീ നൽകിയ എല്ലാ നന്മകൾക്കും എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളുടെ ജീവിതത്തെ നീ ക്രമീകരിക്കണമേ. ഞങ്ങളെയും ഞങ്ങൾക്ക് തന്നിട്ടുള്ള സകലത്തെയും അപ്പാ പിതാവേ, നിന്റെ തൃപ്പാദത്തിലേക്ക് ഭരമേൽപ്പിക്കുന്നു. നീ ആലോചന പറഞ്ഞ വഴി നടത്തണമേ. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സാഹചര്യങ്ങളിൽ സന്തോഷിപ്പാൻ തക്കവണ്ണം നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സകല ഭാരങ്ങളും ഞങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളും അങ്ങയുടെ കുരിശിൻ്റെ ചുവട്ടിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ. ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സംതൃപ്തിയോടെ അംഗീകരിപ്പാൻ തക്കവണ്ണം നിന്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. നീ നൽകിയതല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ കർത്താവേ. അത് സന്തോഷത്തോടെ അംഗീകരിപ്പാൻ, സംതൃപ്തിയുള്ളവരായി ജീവിപ്പാൻ, ആ സംതൃപ്തിയുടെ പ്രകടനമായ സന്തോഷം എപ്പോഴും ഞങ്ങളിൽ പകരണമേ കർത്താവേ. എപ്പോഴും നിന്നെ ആരാധിപ്പാൻ, എപ്പോഴും നിന്നോടുകൂടി ആയിരിക്കാൻ, നിന്നോട് ആലോചന ചോദിപ്പാൻ കർത്താവേ, എപ്പോഴും നന്ദി പറയുവാൻ നീ അടിയങ്ങൾക്ക് കൃപ നൽകണം. ഞങ്ങളെ പഠിപ്പിക്കണമേ. ഞങ്ങൾ കുറവുള്ളവരാണ്, ഞങ്ങൾ ബലഹീനരാകുന്നു കർത്താവേ. എങ്കിലും നീ ഞങ്ങളെ സഹായിച്ച് ഇത്രത്തോളം വഴിയടത്തിയതിനായി സ്തുതിക്കുന്നു. ഞങ്ങളുടെ സകല ബുദ്ധിമുട്ടുകളുടെ പരിഹാരം നീയാണെന്ന് ഞങ്ങൾക്കറിയാം കർത്താവേ. ആ സാഹചര്യങ്ങളിൽ നിന്നെ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിപ്പാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ തന്നിട്ടുള്ള സകലരെയും നിന്റെ തൃപ്പാദത്തിലേക്ക് സമർപ്പിക്കുന്നു. സകല സാഹചര്യങ്ങളെയും ഭരമേൽപ്പിക്കുന്നു. നീ വഴി നടത്തും എന്നുള്ളതിനായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. നന്ദിയുള്ള ഹൃദയമുള്ളവരായി ജീവിപ്പാൻ, മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിപ്പാൻ, കർത്താവിൻ്റെ സാക്ഷികളായി ജീവിപ്പാൻ, നിൻ്റെ ശിഷ്യരായി ജീവിപ്പാൻ ഞങ്ങളുടെ ശിഷ്ടജീവിതത്തെ നീ ക്രമീകരിക്കണമേ. ഇത്രത്തോളം ഞങ്ങളെ വഴി നടത്തി അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു കർത്താവേ. നന്ദി യേശുവേ, നന്ദി യേശുവേ. നീ നൽകിയ എല്ലാ ദാനങ്ങൾക്കുമായി നന്ദി പറയുന്നു കർത്താവേ. ജീവിതത്തെ ക്രമീകരിക്കുവാൻ നിൻ്റെ വൻകൃപ നൽകി അനുഗ്രഹിക്കണമേ. ഇത്രത്തോളം പരിപാലിച്ചതിനായി നന്ദി കർത്താവേ. നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു കർത്താവേ. നമ്മളെ നിന്നെ സമർപ്പിക്കാം, ഈ ദിവസത്തെ സമർപ്പിക്കാം, ഇനിയുള്ള ജീവിതത്തെ സമർപ്പിക്കാം. കർത്താവെല്ലാം നിങ്ങൾ വഴി നടത്തും. ഒന്നുകൊണ്ടും ഭാരപ്പെടേണ്ട, വിഷമിക്കേണ്ട. തമ്പുരാൻ അറിയുന്നതാണ് നമ്മുടെ ജീവിതത്തെ. ഇനിയും കൃപ തന്ന് വഴി നടത്തും. ഈ വചനം നിങ്ങളെ ആശ്വസിപ്പിക്കും, നിങ്ങളെ അനുഗ്രഹമായി വഴി നടത്തും. ഇത് ഷെയർ ചെയ്യുവാനായിട്ട് കരുതുമെങ്കിൽ ദൈവം അവരെയും സമൃദ്ധമായി വഴി നടത്തും. നന്ദി.